കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. 94 സങ്കീർത്തനം 15-ാമത് വാക്യം. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 94 സങ്കീർത്തനം ആരംഭിക്കുന്നത് പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സങ്കീർത്തനമാണ് 94-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. വാക്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അവിടെ ഇങ്ങനെ പറഞ്ഞു, ന്യായവിധി നീതിയിലേക്ക് തിരിയും. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയാണ് നീതിയിലേക്ക് തിരിയുന്നത്? അപ്പൊ നീതി എന്ന് പറഞ്ഞാൽ എന്തുവാ? അനീതി. ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ന്യായവിധി സ്തോത്രം, അല്ലെങ്കിൽ അന്യായമായത് നീതിയായത്, അല്ലെങ്കിൽ ന്യായമായ വിധി, അനീതി, നീതി. ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. മനുഷ്യന്റെ വിധികളുണ്ട് അല്ലെ, ദൈവത്തിന്റെ വിധികളുണ്ട്. മനുഷ്യന്റെ നീതിയുണ്ട്, ദൈവത്തിന്റെ നീതിയുണ്ട്. സ്തോത്രം. അപ്പം മാനുഷിക നീതി പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, എന്നാൽ ദൈവത്തിന്റെ നീതി അങ്ങനെ ആകണമെന്നില്ല. മനുഷ്യന്റെ നീതിയല്ല നടപ്പാകുന്നത്, ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ലോകത്തുള്ള നിയമങ്ങളോ നമ്മൾ പഠിച്ചു വന്ന രീതികളോ, ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ പാരമ്പര്യങ്ങളോ എഴുതി കിട്ടിയ നിയമങ്ങളോ ഒക്കെയാണ് പലപ്പോഴും മാനുഷിക നീതിയായിട്ട് നമ്മൾ എന്തിക്കുന്നത്, പരിഗണിക്കുന്നത് അല്ലേ? സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ നീതി അങ്ങനെ ഒരിക്കലും ആകത്തില്ല. ദൈവത്തിന്റെ നീതി സ്തോത്രം എന്നത് ദൈവത്തിൻ്റെത് മാത്രമാണ്. അത് നമ്മളിൽ വെളിപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതിന് മേലല്ല. സ്തോത്രം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന ന്യായമായ വിധി ഇല്ലെങ്കിൽ ന്യായവിധി നീതിയിലേക്ക് തിരിയും. എന്താ അതിന്റെ അർത്ഥം? ന്യായവിധി എന്ന് പറഞ്ഞത് ന്യായമായതാണ് അല്ലേ, അന്യായമായതല്ല. അപ്പം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അന്യായമായ വിധികളുണ്ട് അല്ലേ? എന്താ അന്യായമായ വിധികൾ? മാനുഷിക തലങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന വിധികളെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. മോശെ എന്ന ദൈവ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് സ്തോത്രം, മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് മിദ്യാനിലേക്ക് മോശ ഓടിപ്പോകുകയാണ്. ഭയപ്പെട്ടിട്ടാണ് മോശ ഓടിപ്പോകുന്നത് അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. 40 വർഷം യിത്രോവിന്റെ ആടുകളെ വെച്ചുകൊണ്ട് മിദ്യാനിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് സ്തോത്രം പറയുകയാണ്, നീ മിസ്രൈമിലേക്ക് തിരികെ പോകണം. അവിടെ ചെന്ന് എന്റെ ജനമാകുന്ന ഇസ്രായേലിനെ വിടുവിപ്പാൻ വേണ്ടി ഞാൻ നിന്നെ നായകനാക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കണം, മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് 40 വർഷത്തിന് പിറകിൽ മിദ്യാനിലേക്ക് ഓടി വന്നത് ഭയത്തോടെയാണ്. തിരികെ പോകത്തില്ലെന്ന് തീരുമാനമെടുത്താണ് അദ്ദേഹം തിരികെ സ്തോത്രം, ഹല്ലേലൂയ, മിദ്യാനിലേക്ക് വന്നത്. പക്ഷെ ദൈവം തിരിച്ച് അദ്ദേഹത്തെ അയക്കുകയാണ് എവിടേക്ക്? മിസ്രൈമിന്റെ മണ്ണിലേക്ക്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്റെ വിധിയെ തകർക്കാൻ, അന്യായമായതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അയക്കുകയാണ്. എന്തായിരുന്നു മനുഷ്യന്റെ വിധി? നമുക്കറിയാം, മിസ്രൈം എന്നവരുത്തനെ കൊന്നതിനെ പ്രതി യഹൂദ ജനം ഇല്ലെങ്കിൽ മോശയുടെ സഹോദരങ്ങൾ മോശയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തെന്നറിയാവോ? സ്തോത്ര ചോദ്യം ഇതായിരുന്നു, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവും ആക്കിയത് എന്ന ചോദ്യത്തിനുള്ള മറുപടി മോശയ്ക്ക് ദൈവം കൊടുത്തത് 40 വർഷത്തിന് ശേഷമാണ്. ആരാണോ നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവുമാക്കിയതാർ എന്ന് ചോദിച്ചത് ആരോ അവരുടെ നായകനാക്കിയ ദൈവം മോശയെ തീർക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ഇതായിരുന്നു ദൈവത്തിന്റെ ന്യായം. അത് നീതിയിലേക്ക് തിരിയുകയായിരുന്നു സംഭവിച്ചത്. നിങ്ങൾക്ക് ആ വാക്കിന്റെ അർത്ഥം പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ഏത് നീതിയിലേക്ക്? ദൈവനീതിയിലേക്ക് തിരിഞ്ഞു വരും. നിന്നെ വേണ്ട എന്ന് പറഞ്ഞവരുടെ മുൻപിൽ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ നൃത്തത്തിൽ നിന്ന് അവകാശവാദം ഉന്നയിച്ചവരുടെ മുൻപിൽ നിന്നെ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതാണ് ദൈവനീതി, ഇതാണ്
അതാണ് ദൈവത്തിന്റെ ന്യായം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയുന്നു, ന്യായവിധിയും ദൈവനീതിയിലേക്ക് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിച്ചറകളിൽ മറച്ചാട്ട് അല്ല ന്യായമായ വിധികൾ ദൈവനീതിയിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു കാലത്തിലേക്ക് അവിടെ ഞങ്ങളെ കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം. സമസ്തവും തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.